ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഹെന്ന കോൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇനി ഹെന്ന മിക്സിങ് എങ്ങനെയാണ് മിക്സിങ് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പം ഞാനിപ്പോൾ ഒരു ഹെന്ന പോട്ട് എടുത്തിട്ടുണ്ട്. അത് 1/2 kg ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ 1/2 kg ആണുള്ളത്. ഞാനിപ്പോൾ കാണിക്കുന്നത് 50 ഗ്രാം ഹെന്ന പോട്ട് വെച്ച് എങ്ങനെ മിക്സിങ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം വെയിനിങ് മെഷീൻ എടുത്തിട്ടുണ്ട്. വെയിനിങ് മെഷീൻ എന്തായാലും മിക്സിങ്ങിന് അത്യാവശ്യമാണ്. അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് ബൗൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്ലാസ് ബൗൾ എടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബൗളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക് ബൗളിൻ്റെ വെയിറ്റാണ് അതിൽ കാണിക്കില്ല. അപ്പോൾ അത് ലെസ്സാക്കിയിട്ട് വെക്കുക. ശേഷം കറക്റ്റായിട്ടും അളന്നിട്ട് 50 ഗ്രാം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ കൊണ്ടുവന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ഈ പാക്ക് കട്ട് ചെയ്ത് പൊട്ടിക്കുന്ന അത്ര. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ അത് പൊട്ടിച്ചിട്ട് 50 ഗ്രാം കറക്റ്റായിട്ട് ഞാൻ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മെഷർമെൻറ്റ് അവിടെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ 51 ആയിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല. അത് കറക്റ്റായിട്ട് എടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള പോട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി വേണ്ടത് അപ്പോൾ അതിലേക്ക് 50 ഗ്രാമിൻ്റെത് ലെസ്സാക്കിയിട്ട് ആദ്യം വെയിനിങ് മെഷീൻ സെറ്റാക്കി വെക്കുക. അപ്പോൾ അതിലേക്ക് ഇനി വേണ്ടത് ചേർക്കേണ്ടതാണ് ഷുഗർ. അപ്പോൾ ഷുഗർ ഹെന്ന പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹെന്ന ഇട്ട് കഴിഞ്ഞാൽ സ്റ്റിക്കായിട്ട് നിൽക്കാനും പിന്നെ ചെറിയ കളർ ചേഞ്ചും ഉണ്ടാവും ഹെന്ന പഞ്ചസാര ഷുഗർ ചേർക്കുന്നത് കൊണ്ട്. പിന്നെ മിക്സ് ചെയ്താൽ നല്ല സ്ട്രിങ് കൺസിസ്റ്റൻസിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഷുഗർ ഉപയോഗിക്കുന്നത്. അപ്പോൾ 40 ഗ്രാം ഷുഗറാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് എസൻഷ്യൽ ഓയിലാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ടീ ട്രീ ഓയിൽ ഉപയോഗിക്കാം, ലാവൻഡർ ഓയിൽ ഉപയോഗിക്കാം, പിന്നെ യൂക്കാലിപ്റ്റസ് ഓയിൽ ഉപയോഗിക്കാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ബ്രൈഡൽ ബ്ലെൻഡ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് നേരത്തെ വീഡിയോയിൽ. അപ്പോൾ ബ്ലെൻഡ് ഓയിലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ അതെടുത്തിട്ടുള്ളത്. ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്തിട്ടുള്ളത് യൂക്കാലിപ്റ്റസ് ഓയിലാണ്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ 100 ഗ്രാം ഹെന്ന പൗഡറിന് വേണ്ടത് 30 ml ആണ് എസെൻഷ്യൽ ഓയിൽ. ഇപ്പോൾ ഞാനിപ്പോൾ 50 ഗ്രാം ആയതുകൊണ്ട് 15 ml ആണ് ഓയിൽ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്കത് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ടീ വാട്ടർ എടുക്കുക. ഒന്നുമില്ല, സാധാ ചായപ്പൊടി വെള്ളത്തിൽ തിളപ്പിച്ചാണ്. അപ്പോൾ 100 ഗ്രാമിന് 250 ml ആണ് ഒരു ഏകദേശം അളവ് വരുന്നത്. അപ്പോൾ ഓരോ ഹെന്ന പൗഡറിൻ്റെയും ഇതനുസരിച്ചായിരിക്കും അതിന് വെള്ളത്തിൻ്റെ കറക്റ്റ് അളവ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ 150 ml 125 ml അധികം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിന്. അതിപ്പോൾ കുറച്ചായി ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു കറക്റ്റ് ഒരു തിക്നെസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുന്ന ചായ, അതായത് സാധാ വെള്ളമായാലും ഉപയോഗിക്കുക, ചായ തിളപ്പിച്ച വെള്ളമായാലും യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചായ തിളപ്പിച്ച വെള്ളം യൂസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ മിക്സ് ചെയ്തിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസി ആകുന്നത് വരെ മിക്സ് ആക്കുക. അപ്പോൾ ഓവറാകാൻ പാടില്ല. അപ്പോൾ കുറച്ചും കൂടി ആവശ്യമുണ്ടായതുകൊണ്ട് കുറച്ചും കൂടി മിക്സ് ചെയ്തിട്ട് വെക്കുന്നത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഓവറായിട്ട് ലൂസാക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഡൈ റിലീസിന് വെച്ചതിന് ശേഷം കുറച്ചും കൂടി ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് ലൂസാക്കിയാൽ മതി. അപ്പോൾ ഞാനൊരു അടപ്പ് ഉപയോഗിച്ചിട്ട് നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ മാത്രം വെക്കാൻ ശ്രദ്ധിക്കാം. കാറ്റ് കടക്കാൻ പാടില്ല. ഇതിപ്പോൾ ഇങ്ങനെ അടപ്പ് വെച്ചിട്ട് വെക്കാം, ഇല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കവർ ചെയ്തിട്ട് വെക്കാം. ഇതിന് ഡൈ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 to 8 hours വരെ മാറ്റി വെക്കാം. ഇതിപ്പോൾ ഒരു 8 hours കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഹെന്ന പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്ന നിങ്ങൾക്ക് ശരിക്കും ലൈറ്റിന് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ നല്ല കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. സാധാ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടായ കളറിലല്ല ഉള്ളത്. പുറത്ത് ഒരു ഡാർക്ക് ബ്രൗണും ഒരു റെഡിഷ് ബ്രൗണും ഉള്ളിലൊരു ഗ്രീൻ കളറായിട്ടാണ് ഉള്ളത്. ഇത് നമുക്ക് നല്ല രീതിയിൽ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ടീ വാട്ടർ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്താൽ മതി.
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പാച്ചിൽ ഉപയോഗിച്ചോ വിസ്ക് ഉപയോഗിച്ചോ ചെയ്യുക. ചില ആൾ ബീറ്റർ ഉപയോഗിച്ച് ചെയ്യും. ഇപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടായതുകൊണ്ട് ബീറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നില്ല, ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതപ്പോൾ അത്ര കുറച്ച് എണ്ണയിലല്ലോ, അപ്പോൾ അതുകൊണ്ട് വിസ്ക് ഉപയോഗിച്ചിട്ട് കുറച്ച് ടീ വാട്ടറും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വിസ്ക് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്താണെന്ന് വെച്ചാൽ ഇത് എടുക്കുമ്പോൾ മേലോട്ട് പൊന്നുമ്പോൾ ഒരു സ്ട്രിങ് പോലെ ഇങ്ങനെ അത് വിട്ടു പോകാണ്ട് അത് കട്ടാവാണ്ട് നിൽക്കും. അപ്പോൾ ഹെന്ന പേസ്റ്റ് അതാണ് കറക്റ്റായിട്ടുള്ള അളവെന്ന് വെച്ചാൽ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പം വീഡിയോ കുറേ ലെങ്ത് ആയിക്കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഇതിപ്പോൾ പാർട്ട് 1 ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.